എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് 2025 നവംബർ മാസം 16 മുതൽ ഉള്ള ജ്യോതിഷ ഫലങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നുണ്ട്. വൃശ്ചികം രാശിയിലോട്ട് നീചം ഭാവം വിട്ടിട്ട് സൂര്യൻ ഇപ്പോൾ നീചരാശിയായ തുലാൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വൃശ്ചികം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. നവംബർ മാസം 28-ാം തീയതി ശനിയുടെ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ വക്രഗതി മാറിയിട്ട് നേരെയായ ഗതിയിലേക്ക് മാറുന്നുണ്ട്. വക്രഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ സ്പീഡ് കുറച്ച് കുറയുന്നു എന്നുള്ളതാണ് വക്രഗതിയുടെ. അവിടെ തന്നെ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. മീനൻ രാശിയിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. സൂര്യൻ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികൻ രാശിയിലേക്ക് കടക്കുന്നത് വലിയൊരു വിശേഷപ്പെട്ട ഒരു കാലമാണ്. മണ്ഡലകാലം ആരംഭിക്കുക. 41 ദിവസത്തെ മണ്ഡലകാലം ആരംഭിക്കുന്നു. ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ദിവസങ്ങളെ സംബന്ധിച്ച് രണ്ടും കൂടെ കൂട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന 324, 365 സംബന്ധിച്ച് ഒന്ന് കുറച്ചെടുക്കുമ്പോൾ വരുന്ന ഒരു മണ്ഡലകാലത്തെക്കുറിച്ചാണ് 41 ദിവസം. വൃശ്ചികം 1 മുതലാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത്, 41 ദിവസം. നമ്മുടെ വീഡിയോ പ്രധാനമായിട്ട് 2-3 കൂട്ടം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നീചഭംഗ രാജയോഗത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലഗ്നാലുള്ള ഫലങ്ങൾ പറയണം എന്ന് പറയുന്നുണ്ട്. അത് വിശദമായിട്ട് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് കേൾക്കാൻ നിങ്ങൾക്കൊരു മനസ്ഥിതി ഉണ്ടെങ്കിലാണ് പറയാൻ ഞങ്ങൾക്ക് തോന്നുന്നത്. രണ്ടാമത് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് കൂടുതൽ നമുക്കൊരു ചാനലിൽ വീഡിയോ ചെയ്തു കഴിയുമ്പോൾ അത് കേൾക്കുന്നതിന് ആൾക്കാരുണ്ടെങ്കിൽ ആ ചാനലുകളൊക്കെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുക അടുത്ത വീഡിയോ എപ്പോഴാണ് ചെയ്യുന്നത്, പുതിയ വീഡിയോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയാമോ എന്നൊക്കെ കമൻ്റ് ഇടുമ്പോൾ ആണ് നമുക്ക് എന്ത് തോന്നുന്നത്, വീണ്ടും വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് 2 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ട് വരുന്ന ഒരു ഫലസിദ്ധിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ശുക്രൻ നീചഭാവത്തിലായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മാറി ഇപ്പോൾ ശുക്രൻ തുലാൻ രാശിയിലാണ് നിൽക്കുന്നത്. മൂലക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്, സൂര്യനോടൊപ്പം നിൽക്കുകയാണ്, മൗഢ്യമില്ല. സൂര്യൻ ഇപ്പോൾ വീണ്ടും വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട്. ചൊവ്വയും ബുധനും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ശനി മീനൻ രാശിയിലുണ്ട്. ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിൽ വ്യാഴത്തിൻ്റെ സഞ്ചാരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ജ്യോതിഷം പറയുമ്പം നിങ്ങളുടെ ഗ്രഹത്തിലെ മാറ്റങ്ങൾ, ഏത് രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ആ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഈ പല ആളുകളും ഈ അശ്വതിക്ക് എന്ത് നടക്കും, അല്ലെങ്കിൽ ഈ അങ്ങനെയല്ല, അശ്വതി നക്ഷത്രക്കാരനും ഭരണി നക്ഷത്രക്കാരനായാലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജാതകത്തിലെ പ്രായ വ്യത്യാസം അനുസരിച്ച് ഇപ്പം 3 വയസ്സുള്ള ഒരു അശ്വതി നക്ഷത്രക്കാരന് ഉള്ള അനുഭവമായിരിക്കത്തില്ല 20 വയസ്സുള്ള ഒരാൾക്ക്. 50 വയസ്സുള്ള അശ്വതി നക്ഷത്രക്കാരന് വേറെ അനുഭവമായിരിക്കും. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അശ്വതി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് കേതുവിൻ്റെ ദശയിലായിരിക്കും ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശുക്രദശാകാലം അവർ അനുഭവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ആദിത്യ ദശാകാലം, ചന്ദ്രദശാകാലം, ചൊവ്വാ ദശാകാലം എന്ന് പറഞ്ഞ് പോകും. 50 വയസ്സുള്ള ഒരാൾക്ക് ഇപ്പോൾ ചൊവ്വാ ദശ നടക്കുകയാണെങ്കിൽ 18കാരനായിട്ടുള്ള അല്ലെങ്കിൽ 15-16 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ശുക്രദശയും, ഒരു 2 വയസ്സ് 1.5 വയസ്സുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അതിന് കേതുർ ദശാകാലവുമായിരിക്കും. അപ്പോൾ ഒരു 25 വയസ്സായേക്ക് ചിലപ്പം ആദിത്യ ദശാകാലമായിരിക്കും. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ അശ്വതി നക്ഷത്രക്കാരന് എന്ത് ഫലമാണ് എന്ന് നോക്കിയാൽ അതിൽ നല്ലത് പറയാം, ചിലപ്പോൾ ദോഷവും പറയാം. ദോഷത്തെ കേൾക്കുമ്പോൾ നമുക്ക് ദുരിതം വിഷമം കൂടും. നല്ലത് പറയുമ്പോൾ ഒരു പ്രതീക്ഷ വരാം. നല്ലത് നടന്നില്ലെങ്കിലോ ഇയാൾ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് ശരിയല്ല എന്നുള്ള തോന്നലിലേക്ക് പോയി. യഥാർത്ഥത്തിൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹത്തിൻ്റെ ബലം, നിങ്ങളുടെ ദശ അപഹാര കാലം, ആ ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത്, ഇത് 3ഉം നിങ്ങൾ ഓരോരുത്തരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് പറഞ്ഞു തരാം, അതിനു വേണ്ടിയിട്ടാണ് ജ്യോതിഷം പറയുന്നത്. 2 കളം വരച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആകാശമണ്ഡലത്തിലെ ഗ്രഹസ്ഥിതിയാണ് വരച്ചിരിക്കുന്നത്. മേടത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. മേടം, ഇടവും മിഥുനം വരെയുള്ള ഗ്രഹങ്ങളൊന്നുമില്ല. കർക്കിടകത്തിലാണ് വ്യാഴം ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാണ്. ഡിസംബർ 4-ന് കക്ഷി വീണ്ടും മിഥുനത്തിലേക്ക് മാറും. അത് ഇപ്പോൾ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. ചിങ്ങൻ രാശിയിൽ ആരുണ്ട്? കേതു ഉണ്ട്. മകം, പൂര, ഉത്തരത്തിൽ കാലുകാർക്ക് കേതു ഉണ്ട്. പുണർത്തത്തിൽ കാല്, പൂയോ, ആയില്യക്കാരിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. ഇത് പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും നോട്ട് ചെയ്യുക. അടുത്തതായിട്ട് കന്നി രാശിയിൽ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും കന്നിക്കൂറിൽ ആരുമില്ല. അതുപോലെ തന്നെ ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലിലും സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്, ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടക്കാരിലും ആര് സഞ്ചരിക്കുന്നു? ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്നു. മൂലം, പൂരാട്, ഉത്തരാടത്തിൽ കാലിലും ആരുമില്ല.
ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തരയിൽ ആരുമില്ല. അവിട്ടത്തരയും ചതയും പൂരട്ടാതി മുക്കാലിലും രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കണം, രാഹു. പൂരട്ടാതികാൽ ഉത്തരട്ടാതി രേവതിയിൽ ആര് സഞ്ചരിക്കുന്നു? ശനി സഞ്ചരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം എന്ന് പറഞ്ഞുതരാം. രണ്ട് കൂട്ടം കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ചന്ദ്രലഗ്നവും ഒന്ന് അല്ലാതെ സൂര്യലഗ്നവും, സൂര്യോദയം നടക്കുന്ന രാശിയുമാണ് രണ്ട് ലഗ്നം. അപ്പൊ നിങ്ങളുടെ ഒരു രാശിയിൽ നിങ്ങൾക്ക് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്നൊരു കാര്യവും മനസ്സിലാക്കി തരാം. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഇവിടെയായിരിക്കും ചന്ദ്രൻ വരുന്നത്. നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾ വീണ്ടും വീണ്ടും ഇതേക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട്, നിങ്ങളുടെ ജാതകം എടുത്തിട്ട് നിങ്ങൾക്ക് 12 കളം വരച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങളുടെ കയ്യിൽ കാണും. അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജ്യോതിഷം നോക്കുന്ന ഇതുപോലത്തെ പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കളം വരച്ചിട്ടുണ്ട് രാശിയിൽ. അപ്പം ഈ രാശിയിൽ നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് അതിനകത്ത് മൂണെന്നായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് ചുരുക്കെഴുത്ത് ചാന്ന് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പം മേടൻ രാശിക്കാർ ആണെന്ന് നിങ്ങൾ അറിയാൻ എങ്ങനെയാണ് മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ്. അശ്വതി ഭരണി കാർത്തിക മുക്കാല് രോഹിണി മകേരത്തരക്കാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലുകാർക്ക് ഇവിടെയായിരിക്കും. പുണർത്തത്തിൽ കാല് പൂയോ ഐല്യന്മാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. മകംപൂർ ഉത്തരത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. ഉത്തരത്തിൽ മുക്കാലും ഒത്തം ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടക്കാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തരക്കാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. അവിട്ടത്തരയും ചതയും പൂരട്ടാതി മുക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. പൂരട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. ഇപ്പൊ എത്ര പെട്ടെന്ന് മനസ്സിലാക്കി? അപ്പൊ നിങ്ങളുടെ ലഗ്നം ചന്ദ്രലഗ്നം എന്ന് നോക്കണം. ചന്ദ്രലഗ്നം ഏത്? ഇപ്പൊ നിങ്ങൾ ഒരു മകം നക്ഷത്രക്കാരനാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം എഴുതി വെക്കണം, ഞാൻ ഇവിടെയാണ് എൻ്റെ ചന്ദ്രൻ വരുന്നത്. എൻ്റെ ചന്ദ്രലഗ്നം ചിങ്ങമാണ്. കണ്ടല്ലോ, ഇതിന്റെ അധിപൻ ആരാണ്? സൂര്യൻ. എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, സൂര്യൻ. മകം പൂര ഉത്തരത്തിൽ കാലുകാർ എഴുതണം, എൻ്റെ ചന്ദ്രലഗ്നം ചിങ്ങമാണെന്നും അതിന്റെ അധിപൻ സൂര്യനാണെന്നും നോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്തിനാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. സൂര്യൻ ഇപ്പോൾ നീചരാശിയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ചന്ദ്രലഗ്നത്തിന്റെ അധിപൻ നീചരാശിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാവുകയും, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പോവുക, വണ്ടി എടുക്കാൻ പോവുക, വീട് മേടിക്കാൻ പോവുക, വീട് വിൽക്കാൻ പോവുക, ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും പൈസ ഇടാൻ പോവുക, ഒരു നിക്ഷേപം നടത്താൻ പോവുകയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങളിൽ നിങ്ങൾ ഇത് അറിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പിന്നാക്കം പിടിക്കാം. ഒരാളൊരു ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ്, നമുക്ക് ഇത്ര ലക്ഷം രൂപ കൊടുക്കണം, നല്ല പരിചയമുള്ള ആളാണ്, ഒരുപാട് വിശ്വാസമുള്ള ആളാണ്, നമ്മുടെ ബന്ധുക്കൾ വഴി വന്ന ആളായിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ ദോഷ സമയമായിട്ട് നിൽക്കുകയാണ്, ഒരു 2 ആഴ്ച വരെ ഒന്ന് ക്ഷമിക്കണം, കാരണം എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഒരു കള്ളമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്ത് നിൽക്കാം. സൂര്യൻ ഇങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂര്യൻ ബലവാനായിട്ട് വന്നിരിക്കുവാണ്. ആർക്ക്? മകം പൂർ ഉത്തരത്തിൽ കാല്. ഇവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതുപോലെ 12 രാശിക്കാർക്കും നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ് എന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഇത് വെച്ചില്ലെങ്കിൽ ഞാൻ ഈ ജ്യോതിഷം പറയുന്നത് കൊണ്ടോ വേറൊരാളുടെ ജ്യോതിഷം നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇപ്പം ഇവരുടെ കാര്യം പറഞ്ഞു, ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവരുടെയും കാര്യം പറയുമ്പോൾ അത്രയും സമയം പോകും. മേടക്കൂറുകാർ മനസ്സിലാക്കുന്നു, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ചൊവ്വയാണ്, എൻ്റെ ചന്ദ്രലഗ്നം മേടവും എൻ്റെ അധിപൻ ചൊവ്വയുമാണെന്ന് എഴുതി വെക്കുന്നു. അപ്പം മേടക്കൂറുകാരായിട്ടുള്ളത് മേടക്കൂറുകാർ, ഇത് ചിങ്ങക്കൂറുകാർ. മേടക്കൂറുകാർ എഴുതി വെക്കുന്നു. അശ്വതി ഭരണി കാർത്തികകാലാണ് മേടക്കൂറുകാർ. എൻ്റെ ചന്ദ്രലഗ്നം മേടം, അതിൻ്റെ അധിപൻ ചൊവ്വ. അപ്പം നിങ്ങൾ നോക്കുന്നു, ചൊവ്വ ഇവിടെ നിൽക്കുന്നു. അശ്വതി ഭരണി കാർത്തികകാലങ്ങളിൽ നോക്കുന്നു, എനിക്ക് അഷ്ടമരാശിയിൽ നിൽക്കുന്നു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പം നിങ്ങളുടെ ചന്ദ്രലഗ്നം നിങ്ങൾ 1 എണ്ണണം. നിങ്ങളുടെ ചന്ദ്രനെ വിചാരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലഗ്നമാണ്. അപ്പം മേടക്കൂറുകാർക്ക് ചന്ദ്രലഗ്നം 1 നിങ്ങൾ എണ്ണുന്നു. നിങ്ങളുടെ 12 ഭാവങ്ങളായി ഇത്. ഇടവക്കൂറുകാർക്ക് താണ്ട് ഇത് 1 2 3 4 5 6 7 8 9 10 11. ഇതൊക്കെ മേടം 12 മാറും. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യം വരുന്നില്ല. ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും പെട്ടെന്നൊന്നും പറയാം, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വെറുതെ വിശദമായിട്ട് പറയാം. ചന്ദ്രലഗ്നം നിങ്ങൾക്ക് മിഥുനമായിരിക്കും. മകീരത്തിന്റെ അര തിരുവാതിര പുണർത്തൽ മുക്കാലുകാർക്ക് ചന്ദ്രലഗ്നം മിഥുനവും അതിന്റെ അധിപൻ ബുധനും ആകുന്നു എന്ന് എഴുതി വെക്കുന്നു.
കാർത്തിക മുക്കാല് രോഹിണി മകേരത്തരക്കാർ എഴുതി വെക്കുന്നു എൻ്റെ അധിപൻ ചന്ദ്രലഗ്നത്തിന്റെ അധിപൻ ശുക്രനും ചന്ദ്രലഗ്നാധിപൻ ഇടവുമാണെന്ന് എഴുതി വെക്കുന്നു. കർക്കിടക കൂറുകാർ എഴുതി വെക്കുന്നു എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ചന്ദ്രൻ തന്നെയാകുന്നു എന്ന് എഴുതി വെക്കുന്നു. ഇവരുടെ കാര്യം പറഞ്ഞു. ഇനി ഉത്തരത്തിൽ മുക്കാലും അത്തോം ചിത്തിര അരക്കാർ എഴുതി വെക്കുന്നു എൻ്റെ ചന്ദ്രലഗ്നം കന്നിയും ലഗ്നാധിപൻ ബുധനുമാണെന്ന് എഴുതി വെക്കുന്നു. അപ്പൊ ബുധൻ എവിടെ നിൽക്കുന്നതാ? ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ഇത്രയും പേരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് അത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ശനിയാണെന്നും ഇത് ശനിയാണ്, ഇത് വ്യാഴം. മീനക്കൂറുകാർക്ക് അതുപോലെ തന്നെ ധനുക്കൂറുകാർക്കും അധിപൻ വ്യാഴമാണ് ഇപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ ഒരു ജ്യോതിഷം നമ്മുടെ കയ്യിലായി. പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ആളുകളുണ്ട്. അത് ചെയ്യരുതെന്നാണ് എനിക്ക് നിങ്ങളെ അഭ്യർത്ഥിക്കാനുള്ളത്. ചുമ്മാ ഇരുന്ന് ഓരോ കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ടാകും. ആ ചാനലിൻ്റെയൊക്കെ പുറകെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. ജ്യോതിഷ ശാസ്ത്ര ഗ്രന്ഥപ്രകാരം ഒരു ഗ്രഹങ്ങളും പിഴച്ചു നിന്നാൽ മറ്റൊരു ഗ്രഹം അനുകൂലത്തിൽ വരും എന്നുള്ളത് മനസ്സിലാക്കണം. ഈ മേട കൂറുകാരുടെ കാര്യം പെട്ടെന്ന് പറയാം. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് വ്യാഴം അവർക്ക് 4-ാം ഭാവത്തിൽ ഉച്ചരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു. അവർക്ക് രാഹു 11 ലാഭസ്ഥാനത്ത് ദോഷമായിട്ട് നിൽക്കുന്നു. 11ത്തിന്റെ അധിപൻ 12-ൽ ശനി വന്നിട്ട് 12-ൽ വന്നിട്ട് നമുക്ക് 7.5 കണ്ഠകാല ശനി അനുഭവിപ്പിച്ചുകൊണ്ട് നമ്മുടെ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ശനി ലാഭത്തിന്റെ അധിപൻ നഷ്ടത്തിൽ നിൽക്കുന്നു. ഇത് ദോഷം നിൽക്കുന്നു, ഇത് ഗുണം നിൽക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഒരാൾ ഗുണമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണാതെ നമ്മുടെ ദോഷസ്ഥാനത്തുള്ള ഗ്രഹത്തിന്റെ പുറകെ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ വിഷമിക്കുന്ന അവസ്ഥ വരും. ജ്യോതിശാസ്ത്രം പറയുന്നത് നിങ്ങൾക്ക് ആരാണോ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹം അതിർക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുകയും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളും പ്രാർത്ഥനകളും ആ ഒരു ഭാവവും മുമ്പോട്ട് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പ്രാഥമികമായിട്ട് ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ജ്യോതിഷഫലപ്രമായിട്ട് നവംബർ 28-ാം തീയതി ശനി വക്രം മാറുന്നു. അത് നിങ്ങൾ എഴുതി വെക്കുക. നവംബർ 28 എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഫലമാണ് പറയാൻ പോകുന്നത്. വ്യാഴം ഡിസംബർ 4-ാം തീയതി മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. സൂര്യൻ വൃശ്ചിക മാസം 1-ാം തീയതി, അതായത് ഈ നവംബർ മാസം 16-ാം തീയതി നീചരാശി വിട്ടുകൊണ്ട് വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നു. ഡിസംബർ 6-ന് ബുധൻ വൃശ്ചികൻ രാശിയിലേക്ക് വരുന്നു. ഡിസംബർ 6-ന് ബുധൻ വൃശ്ചികത്തിൽ നിന്നും മാറുന്നു. അതുപോലെ തന്നെ ചൊവ്വ ധനുവിലേക്കും മാറുന്നു. രണ്ടുപേരും ധനുവിലേക്ക് മാറുന്നു. ആരൊക്കെയാണ്? ബുധനും ചൊവ്വയും ധനുവിലേക്ക് മാറുന്നു. ഈ അവസ്ഥ വെച്ചുകൊണ്ട് സംഭവിക്കുന്ന ഫലം ധനരാജയോഗം. 7.5 കണ്ഠകാല ശനി അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ശനി അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തരാം. 7.5 കണ്ഠകാല ശനി, കണ്ടകശനി, സരസ്വതി യോഗം, മഹാഭാഗ്യം, അമലായോഗം, മഹാലക്ഷ്മി യോഗം, ഇത്രയും യോഗങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നു. അത് ഞാനിവിടെ ബുക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നോക്കാം. മഹാലക്ഷ്മി യോഗം കയ്യിൽ നിന്നിരുന്ന് പറയുന്നതല്ല. അതുപോലെ തന്നെ ഓരോ യോഗങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പെട്ടെന്ന് ഓരോ ഭാഗ്യങ്ങൾ. മഹാഭാഗ്യയോഗം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം മഹാലക്ഷ്മി യോഗം, മഹാഭാഗ്യയോഗം, അമലായോഗം, സരസ്വതി യോഗം, ധനരാജയോഗം, 7.5 കണ്ഠകാല ശനി, 7 കണ്ഠകശനി, ഇത്രയും അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം ആണ് നമ്മൾ പറഞ്ഞത്. ഈ ചന്ദ്രലഗ്നത്തിന്റെ കാര്യവും അതിന്റെ ആധിപത്യവും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ജ്യോതിഷം മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കാതെ വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ അശ്വതിയുടെ ഫലം എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം നമ്മുടെ ദശാകാലം എന്താണെന്ന് അറിയാൻ വയ്യാലോ. ഉദാഹരണം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പെട്ടെന്നൊന്നുകൂടെ പറയാം. അശ്വതി ഭരണി കാർത്തിക കാലുകാരനായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാരന് ഇപ്പോൾ വയസ്സ് 55 വയസ്സ്. ഇദ്ദേഹത്തിന് രോഗാരിഷ്ടതകൾ, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവ്, ധനദുരിതം, മുട്ടുകാലിനൊക്കെ വേദനകളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ 55 വയസ്സുകാരന് ഇപ്പോൾ ഏത് ദശാകാലമാണ് നമ്മൾ കണ്ടുപിടിക്കാം. അദ്ദേഹത്തിന് കേതുർ ദശയിലായി ഇദ്ദേഹം ജനിക്കുന്നത്. കേതു കഴിഞ്ഞാൽ ശുക്രദശ. 23 വയസ്സിൽ ശുക്രൻ അവസാനിച്ചു. 29 വയസ്സിൽ ആദിത്യൻ അവസാനിച്ചു. 39 വയസ്സിൽ ചന്ദ്രൻ അവസാനിച്ചു. 46 വയസ്സിൽ ചൊവ്വ അവസാനിച്ചു. 18, 8, 6, 14, ഇഷ്ടം 1, 64 വയസ്സ് വരെ ഈ 55 വയസ്സുകാരന് നിലവിൽ രാഹുവിൻ്റെ ദശയാണ്. ഉണ്ടോ? രാഹുവിൻ്റെ ദശ. ചുമ്മാ പറയുകയാണ്, ഒരു കണക്കുകൂട്ടി പറയുകയാണ്. ഓരോരുത്തരുടെയും ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റാതെ ഇപ്പോൾ ഒരാൾ എന്നെ വിളിക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ ദശാകാലം ഏതാണ്? ദശാകാലമോ? അതെന്തോ തിരുമേനി എങ്ങനെ ചോദിക്കുന്നത്? എനിക്കറിയത്തില്ലല്ലോ.
ദശാനാഥൻ എവിടെ നിൽക്കുന്നു ജാതകത്തിൽ അറിയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ജ്യോതിഷം നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അനുഭവിക്കുന്ന വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് അങ്ങ് അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ശിവപൂജയോ വിഷ്ണുപൂജയൊക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, എല്ലാം ഭഗവാൻ ലയിപ്പിക്കുക. അതല്ല, ജ്യോതിഷം പഠിക്കുക, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഇപ്പം രാഹുവിൻ്റെ ദശാകാലം, ഇപ്പം നിങ്ങളെ ചുമ്മാ നിങ്ങളുടെ ജാതകപ്രകാരം ചന്ദ്രലഗ്ന പ്രകാരവും ഇത് ജാതകമാണ്, നമ്മൾ ജനിച്ച സമയത്തെ ജാതകമാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദശാകാലം രാഹുവിൻ്റെ ആണെന്നും രാഹുവിൻ്റെ ദശാകാല പ്രകാരം രാഹു എനിക്കിപ്പോൾ 11 ലാഭസ്ഥാനത്ത് ആ ചിന്തയാണ് വേണ്ടത്. എനിക്കിപ്പോൾ ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നതാണെന്നും മനസ്സിലാക്കി വെച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇപ്പം നിങ്ങളുടെ ചന്ദ്രലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കിയല്ലോ, അതുപോലെ ഓരോരുത്തരുടെയും നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. ഇപ്പോൾ ഇതാണ്ട് നിങ്ങൾ മേടക്കൂറുകാർക്ക് ധനസ്ഥാനം 2ാം സ്ഥാനമാണ് ധനസ്ഥാനം. ഇത് നിങ്ങൾക്ക് 2ാം ഭാവമാകുന്നു. ഇപ്പോൾ ഇടവക്കാരൻ്റെ 2ാം സ്ഥാനം ഏതാ? ഇതായി മാറും. മിഥുനക്കാരൻ്റെ 2ാം ഭാവം ഏതാണ്? ഇങ്ങോട്ട് മാറും. കർക്കിടകൂറുകാരുടെ 2ാം ഭാവം ഏതാണ്? ഇങ്ങോട്ട് മാറും. ചിങ്ങക്കൂറുകാരുടെ 2ാം ഭാവം ഏതായി? ഇങ്ങോട്ട് മാറി. അങ്ങനെ മാറിക്കോളും. മാറി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇവരുടെ 1ാം ഭാവം ചന്ദ്രൻ നിൽക്കുന്നതിനെ ഒന്നായിട്ട് കണക്കൂട്ടിയാൽ നിങ്ങളുടെ ഇപ്പൊ ഈ മീനക്കൂറുകാരുടെ 1ാം ഭാവം ഏതായി? ഇതായി. ഇവർക്ക് 2ാം ഭാവം ധനസ്ഥാനം ഇങ്ങോട്ട് മാറി. അങ്ങനെ എന്തിനാ ഓരോരുത്തരുടെയും പറയാൻ പോവുകയാണെങ്കിൽ 2.5-3 മണിക്കൂർ വീഡിയോ എടുക്കണം, ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ വരും. അശ്വതി ഭരണി കാർത്തികാല് നോക്കണം. എനിക്ക് ധനസ്ഥാനം 2ാം സ്ഥാനം ഇവിടെയാണെന്നും 3ാം ഭാവം കുടുംബസ്ഥാനമാണെന്ന് എഴുതി വെക്കണം. ഇനി അടുത്ത വീഡിയോയിൽ എനിക്കിത് പറയാൻ അവസരം ഉണ്ടാക്കരുത്. കുടുംബസ്ഥാനം ഇത് 1, 2, 3, 4ാം ഭാവം ഗൃഹസ്ഥാനം വാഹനസ്ഥാനം ആര് എഴുതി വെക്കുന്നു? മേടക്കൂറുകാർ എഴുതി വെക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വാഹനസ്ഥാനവും ഗൃഹസ്ഥാനം ഇത് വരും, നിങ്ങളുടെ വാഹനസ്ഥാനവും ഗൃഹസ്ഥാനം ഇത് വരും, ഇവരുടെ വാഹനസ്ഥാനവും ഗൃഹസ്ഥാനം ഇവിടെ വരും, ഇവരുടേതായി ഇവിടെ വരും, ഇവരുടേതായി ഇവിടെ വരും. ഇവരുടെ ആരുടെയാ? മകരക്കൂറുകാരുടെ. അങ്ങനെ നിങ്ങളുടെ 4ാം ഭാവത്തെക്കുറിച്ച് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് നിസാരമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പതുക്കെ ഇരുന്ന് നോക്കിയാൽ ഇത് എഴുതി വെക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ അശ്വതി ഭരണി കാർത്തികാരുടെ 5ാം ഭാവം ഇതാണ്. 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനത്തിൻ്റെ സ്ഥാനം, കുഞ്ഞുങ്ങളുടെ സ്ഥാനം, മനസ്സിൻ്റെ സ്ഥാനം. 6ാം ഭാവം ശത്രുസ്ഥാനം, രോഗസ്ഥാനം, ശത്രു രോഗം. ഇതിൻ്റെ അധിപന്ത് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം എന്താ എഴുതിയിരിക്കുന്നു ഇവിടെ? തുലാം ഭാവമായിരിക്കും മേടക്കൂറുകാർക്ക്. ഇനി നിങ്ങൾക്ക് മേടമായിരിക്കും. ആർക്കാ? തുലാക്കൂറുകാർക്ക് എവിടെയാ? ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം മേടമായിരിക്കും. അതിൻ്റെ അധിപൻ ചൊവ്വയായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളനുസരിച്ച് നമുക്ക് മേടക്കൂറുകാരുടെ ആയുഷിൻ്റെ സ്ഥാനം 8ാം ഭാവം ആയുഷിൻ്റെ സ്ഥാനം. 9ാം ഭാവം ഭാഗ്യം, നമുക്ക് വരുന്ന ഭാഗ്യങ്ങളുടെ സ്ഥാനം. 10ാം ഭാവം കർമ്മസ്ഥാനം. അപ്പം അശ്വതി കാർത്തികാലുകാരൻ എന്തു പറയണം? എൻ്റെ കർമ്മത്തിൻ്റെ അധിപതി ആരാണ്? ശനിയാണ്. അതൊരിക്കലും മാറാൻ പോകുന്നുണ്ടോ? ഒരിക്കലും മാറാൻ പോകുന്നില്ല. അധിപൻ മാറാൻ പോകുന്നില്ല, അതിൻ്റെ സ്ഥാനം മാത്രം മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യമായി ജ്യോതിഷത്തിൽ എല്ലാവരോടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപനും ലാഭത്തിൻ്റെ അധിപനുമായിട്ടുള്ള ശനി നിങ്ങൾക്കിപ്പോൾ 12ൽ സഞ്ചരിക്കുകയാണ്. പിടികിട്ടിയോ? ഇടവക്കൂറുകാർക്ക് കർമ്മത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ ആധിപത്യവും ഭാഗ്യത്തിൻ്റെ ആധിപത്യവും കർമ്മത്തിൻ്റെ ആധിപത്യവും വഹിക്കുന്നതാണ് ശനി ഇടവക്കൂറുകാർക്ക്. കണ്ടോ എങ്ങനെ എണ്ണുന്നേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 9ാം ഭാവം കൊണ്ട് ഭാഗ്യം, 10ാം ഭാവം കൊണ്ട് കർമ്മം. ഇനി അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് എന്തായി? കർമ്മത്തിൻ്റെ അധിപനും ലാഭത്തിൻ്റെ അധിപനുമായിട്ടുള്ള ശനി നിങ്ങൾക്ക് എവിടെ പോയി നിൽക്കുന്നു? 12ൽ നിൽക്കുന്നു. 12 നല്ല സ്ഥാനമല്ല. വിദേശസ്ഥാനം, നഷ്ടസ്ഥാനം, നാശസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥാനത്താണ് ആര് പോയി നിൽക്കുന്നത്? ശനി നിൽക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ? ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നൊരു കാര്യം, ഈ അശ്വതി ഭരണി കാർത്തികകാലുകാരനായിട്ടുള്ള ഒരാൾക്ക് 55 വയസ്സുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ രാഹുവിൻ്റെ ദശാകാലമാണ്. അവരോട് നമ്മൾ ഈ ജ്യോതിഷം പറയുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ മഹാഭാഗ്യ ധനയോഗം വരാൻ പോകുന്നു. വ്യാഴം 4ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മഹാഭാഗ്യം, അമലായോഗം, മഹാലക്ഷ്മി യോഗം വരാൻ പോകുന്നു എന്ന് പറയുമ്പം ഇദ്ദേഹത്തിന് മുട്ടുവേദന, കാലുവേദന, ഭാര്യ പിണങ്ങിപ്പോയിട്ട് വീട്ടിലൊറ്റയ്ക്കിരിക്കുന്നു, മക്കളെല്ലാം വിദേശത്തിരിക്കുന്നു, അവർ വിളിക്കുന്നില്ല, ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഈ അശ്വതിക്കാരൻ. അപ്പം ഇയാളോട് നമ്മൾ പറയുകയാണ് മഹാലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അയാൾ ടി വി എടുത്തെറിഞ്ഞ് പൊട്ടിക്കാനോ അവിടെ ഇരുന്നുകൊണ്ട് തെറി പറയാനോ സാധ്യതയുണ്ട്. എന്നാൽ എൻ്റെ അവസ്ഥ രാഹുവിൻ്റെ ദശാകാലമാണെന്നും ചന്ദ്രാൽ ഇപ്പോൾ രാഹു നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് നിൽക്കുകയാണെന്നും മനസ്സിലാക്കി വെച്ചു.
ഇത് നമ്മുടെ ലഗ്നഭാവമാണെന്ന് മനസ്സിലാക്കണം. ഈ ലഗ്നപ്രകാരവും രാഹു എവിടെ നിൽക്കുന്നു എന്നും കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ ഇദ്ദേഹം നാഗദൈവ പ്രീതി വരുത്തുകയും നാഗദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും നാഗദൈവ ക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ പോയിട്ട് ജലധാരയും പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ രാഹുർദോഷം നീങ്ങിപ്പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുമ്പോൾ ഇദ്ദേഹം നല്ലതായിട്ട് പറയും. ഇതാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പം എല്ലാവരും പറയാറുണ്ട് ലഗ്നത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ ചെയ്യുന്നില്ലല്ലോ, ചന്ദ്രന്റെ ഫലം മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ് ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ അത് ചിന്തിക്കണം. ചന്ദ്രൻ നിൽക്കുന്നത് നിങ്ങൾ ലഗ്നമാണെന്നുള്ള ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ ഒരാളുടെ ഗ്രഹനില ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരാളിന്റെ ഗ്രഹനിലയാണ് ഇത്, കൃത്യമായ ഒരാളുടെ ഗ്രഹനിലയാണ്. ആരാണ് എവിടാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, ചുമ്മാ ഒരാളുടെ ഗ്രഹനില നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നു. ഈ കക്ഷി ജനിച്ചിരിക്കുന്ന കാലം പറഞ്ഞിട്ടുണ്ട്. 98 ജനിച്ച ഒരാൾ, 1998 ജനിച്ചിട്ടുള്ള ഒരാളാണ്. ഏപ്രിൽ മാസം ജനിച്ച ഒരാളാണ്. ഡേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിട്ട് ദാണ്ട് ഇവിടെയാണ്, കർക്കിടക ലഗ്നക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത് ദാണ്ട് മകരത്തിലാണ്, കണ്ടോ, മകരത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്ത് ആര് നിൽക്കുന്നു? രാഹു നിൽക്കുന്നു. ലഗ്നത്തിൽ ആര് നിൽക്കുന്നു? ഗുളികൻ നിൽക്കുന്നു. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് ഇതൊന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഗ്രഹനില ഞാൻ ഇടുന്നുണ്ട് എങ്ങനെ പറയാനാ? അല്ലെങ്കിൽ എനിക്ക് അയച്ചു തരണം, എങ്കിലല്ലേ അത് പറയാനൊക്കത്തില്ല. ഗ്രഹനില അയച്ചു തരണം, ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരണം, എങ്കിലല്ലേ അത് നോക്കി പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ എടുത്തു നോക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ലഗ്നം ഇവിടെ ആയിരിക്കും, എവിടെ വേണമെങ്കിലും വന്നോട്ടെ. ഒരാളുടെ സാമ്പിൾ പറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ ആളിൻ്റെ ലഗ്നം വന്നിട്ട് കർക്കിടക ലഗ്നം. ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും ലഗ്നം. അപ്പം നിങ്ങൾ ഇതിനെ 1-ാം ഭാവം എന്ന് എഴുതി വെച്ചു. ചന്ദ്രൻ എന്താ ഇവിടെയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചു. ഇത് മിഥുനം കൂറുകാരനും ചന്ദ്രലഗ്നം മിഥുന കൂറുകാരനും ബുധനാണ് അതിൻ്റെ അധിപനെന്നും എൻ്റെ ലഗ്നം വന്നിട്ട് നമ്മൾ ധനു ലഗ്നക്കാരനാണെന്നും എൻ്റെ അധിപൻ വ്യാഴമാണെന്നും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. അപ്പം ഒരാളിൻ്റെ ലഗ്നം വന്നിട്ട് ഏതാണ് വന്നിരിക്കുന്നത്? കർക്കിടക ലഗ്നം. ഇതിൻ്റെ അധിപൻ ആരാണ്? ചന്ദ്രൻ അല്ലേ? അപ്പം ലഗ്നത്തിൽ ആര് നിൽക്കുന്നു? ഗുളികൻ നിൽക്കുന്നു. ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷഗ്രഹമാണ്. ആപത്തുകൾ, മുറിവ് ചതവുകൾ, തീപ്പൊള്ളലുകൾ, ഓപ്പറേഷൻ വിധേയമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ എന്തും സംഭവിപ്പിക്കാവുന്ന ഒരാൾ, സർവ്വകാര്യ തടസ്സങ്ങളും ഗുളികൻ ഉണ്ട് നമ്മുടെ കൂടെ. ഗുളികൻ വന്നു കഴിയുമ്പോൾ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാകും. ലഗ്നത്തിലെ ഗുളികൻ ആപത്തുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ടാകും. അപ്പം ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു. ധനത്തിൻ്റെ സ്ഥാനത്ത് ആര് നിൽക്കുന്നു? രാഹു നിൽക്കുന്നു. നിങ്ങളുടെ കയ്യിലെ ഗ്രഹനില എടുത്ത് നോക്കണം. ചിലപ്പോൾ ഇവിടെ സൂര്യനായിരിക്കും നിൽക്കുന്നത്. അപ്പം നിങ്ങൾ പറയണത് എൻ്റെ ധനസ്ഥാനത്ത് സൂര്യനാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ബുധനാണ് നിൽക്കുന്നത്, വ്യാഴമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ശുഭഗ്രഹമായി. ഇയാൾക്കാരാണ് നിൽക്കുന്നത്? രാഹുവാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പം ധനസ്ഥാനത്ത് വന്നിട്ട് രാഹു നിൽക്കുന്നു. 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് ആരുമില്ല. 4-ാം ഭാവം ഗൃഹസ്ഥാനത്തിൽ ആരുമില്ല. 5-ാം ഭാവം സന്താനസ്ഥാനത്ത് ആരുമില്ല. 6 ശത്രു രോഗസ്ഥാനത്ത് ആരുമില്ല. 7-ാം ഭാവം ഭാര്യ ഭർത്താവിൻ, ഇതൊരു സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം, ഐശ്വര്യത്തിൻ്റെ സ്ഥാനത്ത് ആര് നിൽക്കുന്നു? ചന്ദ്രൻ നിൽക്കുന്നു. ആയുസ്സിൻ്റെ സ്ഥാനത്ത് വ്യാഴം, ശുക്രൻ, കേതു. എന്തിനാ തിരുമേനി ഞങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് നിങ്ങൾ പരിശോധിക്കാനായി പറയുന്നത്. അപ്പോൾ അഷ്ടമരാശിയിൽ പോയി നിൽക്കുകയാണ് വ്യാഴം. അഷ്ടമരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറഞ്ഞു നിൽക്കുകയാണ്. ജന്മനാൽ വ്യാഴം മറഞ്ഞു നിൽക്കുന്നു. ശുക്രൻ, ധനത്തിൻ്റെ കാരകനായിട്ടുള്ള ശുക്രൻ മറഞ്ഞു നിൽക്കുന്നു. കേതു, ദുർബാധയായിട്ടുള്ള കേതുവും കൂടെ ചേർന്നിട്ട് അഷ്ടമരാശിയിൽ പോയി നിൽക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു. പക്ഷേ ബുധൻ നീചത്തിലാണെന്ന് മനസ്സിലാക്കണം. കണ്ടോ അവസ്ഥ പോകുന്ന കണ്ടോ? അതുകൂടാതെ സൂര്യൻ ഉച്ചരാശിയിൽ നിൽക്കുക, ധനത്തിൻ്റെ അധിപൻ ഉച്ചരാശിയിൽ നിൽക്കുക, കർമ്മരാശിയിൽ നിൽക്കുകയാണ്. അപ്പം കർമ്മരാശിയിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഔഷധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നുണ്ട് ജ്യോതിശാസ്ത്രം. അതുപോലെ തന്നെ ചൊവ്വയും നിൽപ്പുണ്ട് കർമ്മരാശിയിൽ. കണ്ടോ? അപ്പം പ്രതികൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അനുകൂലമായി നമ്മൾ വന്ന് നോക്കിയപ്പോൾ കർമ്മരാശി, തൊഴിൽ രാശി, പ്രവൃത്തി രാശിയിൽ ആരുണ്ട്? ചൊവ്വയും സൂര്യനുണ്ട്. യൂണിഫോം ഉള്ള തൊഴിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. ഐഡന്റിറ്റി, നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് തിരിച്ചറിയപ്പെടും മറ്റുള്ളവർക്ക്. അതുള്ള ജോലി ചെയ്യാനുള്ള അധികാര സ്ഥാനത്ത് അല്ലെങ്കിൽ യൂണിഫോം ഉള്ള ഒരു നേഴ്സായാലും ഒരു ഡോക്ടറായാലും ഒരു വക്കീലായാലും
ഒരു മജിസ്ട്രേറ്റർ ആയാലും, അതുപോലെ തന്നെ കളക്ടർ ആയാലും, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകാരായാലും, പോസ്റ്റ്മാൻ ആയാലും, അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, 100 കൂട്ടം. ഒരു പോലീസുകാരൻ ആയാലും, അങ്ങനെ ഏത് കാര്യം നോക്കിയാലും യൂണിഫോമുള്ള ഒരു തൊഴിൽ, നമ്മുടെ വസ്ത്രധാരണം കണ്ടിട്ട് ഈ ആളിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തൊഴിൽ കിട്ടും. അത് ശരിയാണെന്ന്, കറക്റ്റാണ്. അവിടെ വന്നിട്ട് ഇതാണ് ശനി നിൽക്കുകയാണ്, ശനി നീചത്തിൽ നിൽക്കുകയാണ്. എവിടെ നിൽക്കുന്നു? കർമ്മരാശിയിൽ ശനി നീചത്തിലും ഭാഗ്യസ്ഥാനത്ത് ബുധൻ നീചത്തിലും നിൽക്കുകയാണ്. 11-ൽ ആരുമില്ല, 12-ൽ ആരുമില്ല. കണ്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ ജാതകം എടുത്തിട്ട് ഗ്രഹനിലയിൽ ഉള്ള ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത്, ഏത് ഗ്രഹനിലയിൽ എനിക്ക് ഏത് ദശാപഹാര കാലമാണ്, ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതറിയാൻ വയ്യാങ്കിൽ മാത്രം ജ്യോത്സ്യനെ സമീപിക്കുക. എൻ്റെ ദശാകാലം ഏതാണ്, എൻ്റെ ജാതകപ്രകാരം ദശാകാലം ഇന്നതാണ്, അപ്പോൾ വ്യാഴം പ്രതികൂലത്തിലാണ്. ഇപ്പോൾ വ്യാഴദശയാണെങ്കിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം ഈ കക്ഷിയുടെ ജാതകപ്രകാരം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ കക്ഷിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ദശയിലെ ശനിയുടെ അപഹാരം നടക്കുകയാണ്. ആർക്കാണ്? ഈ ഗ്രഹനിലക്കാരന്. ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗ്രഹനിലയാണെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഓരോരുത്തർക്കും മനസ്സിലാക്കണം. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്നു, നീചത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരവും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് ദുരിതകാലമാണ്, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ആകമാനം വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകളൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വ്യാഴത്തെ അഷ്ടമരാശിയിൽ നിൽക്കുന്ന, അഷ്ടമരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വ്യാഴം ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഭാഗ്യത്തിൻ്റെ അധിപനുമാണ്, 6-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പം 6-ാം ഭാവം ദോഷമാണെന്നും ഭാഗ്യസ്ഥാനം നല്ലതാണ്, ഭാഗ്യത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്, അയാൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്, അതിന്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 9-ാം ഭാവാധിപത്യവും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു മഞ്ഞ പുഷ്യരാഗം കല്ല് മോതിരമാക്കി വലത് കൈയിലെ ചൂണ്ടുവിരലിൽ ധരിക്കൂ. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു പൂജ കഴിക്കുക. മഹാവിഷ്ണുവിന് പൂജകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഓം നമോ നാരായണായ ജപിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ യൂട്യൂബിൽ വഴി കേൾക്കുകയോ ചെയ്യുക. വൈഷ്ണവകരമായിട്ടുള്ള പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം അതാണ്. അതുകൂടാതെ ശനി നീചഭാവത്തിൽ നിൽക്കുകയാണ്. 7-ാം ഭാവത്തിൻ്റെയും ഭർത്താവിൻ്റെ സ്ഥാനവും അഷ്ടമത്തിൻ്റെ സ്ഥാനവും. ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ മംഗല്യം ഇച്ചിരി പ്രശ്നത്തിലായിരിക്കും, ഒരു പുരുഷനാണെങ്കിലും അവരുടെ മംഗല്യം പ്രശ്നത്തിലായിരിക്കും. കാരണം ശനി നീചത്തിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ദോഷം അവിടെ വരാം. ഒരുമിച്ച് താമസിച്ചിരിക്കുകയാണെങ്കിൽ പോലും സ്വരച്ചേർച്ചയില്ലാതെ മുന്നോട്ട് പോകാം. അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യമായിട്ടുണ്ടാകാം. അങ്ങനെ ഉള്ളത് കാരണവും കൂടെ ചേർത്ത് നമ്മൾ എന്തു പറഞ്ഞു? ശനീശ്വര പ്രീതിയും വരുത്തുക, നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, മേടൻ രാശി ആയതുകൊണ്ട് ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക, വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ വിഷ്ണുവിൻ്റെ പൂജകൾ പറഞ്ഞു, നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. അപ്പം കർമ്മരാശിയിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പേടിക്കേണ്ട കാര്യമില്ല. കർമ്മം പുരോഗതി വരും. ശനി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് കർമ്മം പുരോഗതിയാകാത്തത്. നീചത്തിലായ ശനി കർമ്മത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കർമ്മം പുരോഗതി വരാത്തത്. ധനസ്ഥാനവും മറിഞ്ഞു കിടക്കുകയാണ്. അപ്പം നാഗദൈവങ്ങൾക്ക് 2-ാം ഭാവം കുടുംബസ്ഥാനം, ധനസ്ഥാനം കുടുംബസ്ഥാനവും കൂടെ വരാൻ സാധ്യതയുള്ള 2-ാം ഭാവം കുടുംബം, വാക്ക് എല്ലാം വരുന്നൊരു സ്ഥാനമാണ്. അപ്പോൾ നിങ്ങളുടെ വാക്ക് സ്ഥാനം. അപ്പം നാഗദൈവങ്ങളുടെ നാമം ചൊല്ലുക, രാഹു ഗായത്രി ചൊല്ലുക, അത് നല്ലത് പുരോഗതി ഉണ്ടാകും. അപ്പം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം എന്ന് പറയുന്ന സ്തോത്രം ചൊല്ലാവോ? അത് ചൊല്ലാം. നല്ലതാ, ഞാൻ ചൊല്ലിക്കോളാം തിരുമേനി. ശരി, അത് വിട്ടു. നാഗദൈവങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ, നിങ്ങളുടെ 2-ാം ഭാവം പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നാഗദൈവ പ്രീതി വരുത്തിക്കോളാനും പറഞ്ഞു. ഇത്രയും പരിഹാരം നമുക്ക് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ നിങ്ങളുടെ ജാതകം എടുക്കണം, ലഗ്നത്തെ അടയാളപ്പെടുത്തണം, ലഗ്നം ഇവിടെയാണ് വരുന്നത് നോക്കണം, അതിൻ്റെ അധിപൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ അധിപനെ എഴുതി വെക്കണം. ഈ ഗ്രഹം നീചത്തിലാണോ കർമ്മത്തിലാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഏത് ഭാവം, 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ, ഏത് ഭാവത്തിലാണെന്ന് നോക്കണം. ഇപ്പോൾ ഏത് ദശാപഹാര കാലമാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി വെച്ച ശേഷം ഈ പറയുന്ന പരിഹാരങ്ങൾ അങ്ങോട്ട് ചെയ്യുക. ഞാൻ ഈ ജ്യോതിഷപരമായിട്ട് നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ജ്യോതിഷം നോക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ജ്യോതിഷം നോക്കി തരാമെന്നോ പറയുന്നില്ല. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയാതെ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അത് അഹങ്കാരമായിട്ട് പറയല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർ മാത്രം നിങ്ങളുടെ ഗ്രഹനിലയും ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയേണ്ടവരാണെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. ഒരു ദക്ഷിണ അതിനുവേണ്ടി ചിലവ് വരും.
അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം മനസ്സിലാക്കി വെച്ചതിന് ശേഷം പ്രവർത്തിക്കുക. അപ്പം അഷ്ടമത്തിൽ വ്യാഴത്തിന്റെ ദശാകാലമാണ്. അയ്യോ എനിക്ക് ആ ദശാകാല കാര്യമൊന്നും അറിയേണ്ട, അപഹാരം അറിയണ്ട, എനിക്കിപ്പം ഗൾഫിൽ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മതി എന്ന് അയാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകാൻ പറ്റും, പിന്നെന്താ, ടിക്കറ്റ് എടുത്താൽ മതി, ഫ്ലൈറ്റ് കയറി പോകാമല്ലോ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉടനെ മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, അവിടെ ഇവിടെയൊക്കെ പോകുന്ന ടീമാണ്. അപ്പം പറയത്തല്ലോ 4 ദിവസം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആരെങ്കിലും ഒന്ന് കാണണമെന്ന് പറയാം, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുന്ന ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പം പോകുന്നതിനെന്തോ തടസ്സം? ഒരു തടസ്സമില്ല. ഇഷ്ടംപോലെ ഫ്ലൈറ്റ് കിട്ടും, ടിക്കറ്റും കിട്ടും, കാശ് മുടക്കി അവിടെ പോയി വിസ എടുത്തുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പോയിട്ട് വരാം. നിങ്ങൾ എന്തിനാ പോകുന്നത്? തൊഴിലിന് പോവുകയാണ്, ഉയർച്ചയ്ക്ക് പോവുക, ധനപുരോഗതിക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ പറയും. അപ്പോൾ ഇന്നത്തെ രാശി പ്രകാരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഗ്നപരമായിട്ട് ഒരുപാട് പേര് ഇത് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തത്. നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അധിപന്മാർ ഉച്ചരാശിയിലോ മൂല ക്ഷേത്രങ്ങളിലോ ത്രികോണ ക്ഷേത്രങ്ങളിലോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നീചഭംഗ രാജയോഗം വരിക എന്ന് പറയും. അങ്ങനെ രാജയോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഐശ്വര്യപ്രദമാകുമെന്നും അതുപോലെ തന്നെ ഉദ്യോഗലബ്ധി, ആധിപത്യം, പദവി, അതുപോലെയുള്ള ഗുണങ്ങൾ, ധനലാഭം ഉണ്ടാകുമെന്നും പുത്രപൗത്ര സൗഖ്യം ഉണ്ടാകുമെന്നും ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നുണ്ട്. ധനലാഭം ഉണ്ടാകും, കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയുടെ ഗുണം ഉണ്ടാകും. ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുകയാണെങ്കിലും നീചഭംഗ രാജയോഗം വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് നീചഭംഗ രാജയോഗം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ ജ്യോതിഷം മനസ്സിലാവും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം കണ്ടേ, ഇവിടെ നോക്കിക്കോ. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ശനിയുടെ വക്രം മാറിയതിന് ശേഷം അത് നേരെയാകാൻ പോവുകയാണ് നവംബർ മാസം 28-ാം തീയതി. അതുപോലെ തന്നെ ശുക്രൻ എല്ലാം രാശി മാറുന്നുണ്ട്, സൂര്യൻ്റെ രാശി മാറ്റമുണ്ട്. അപ്പം അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഈ ഒരു മാസത്തെ ഒരു ഫലസിദ്ധി നമ്മൾ പറഞ്ഞു വരുമ്പോൾ വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണെന്നും അതുപോലെ 5-ാം ഭാവം മനസ്ഥാനം ചന്ദനസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയുള്ള ഒരു സമയമാണെന്നും ഒക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ സർവകാര്യ ലബ്ധി, കർമ്മ പുരോഗതി, ധനപുരോഗതി, ഐശ്വര്യം എന്നിവ വന്നു ചേരുന്ന ഒരു സമയമാണെന്നും 7.5 കണ്ടകാൽ ശനി ഉള്ളതുകൊണ്ട് നീലാഞ്ജനം വിളക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ശനിയുടെ വക്രഗതി മാറുന്നത് കൊണ്ടാണ് ഉള്ള ഫലസിദ്ധിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ശനി നിങ്ങൾക്ക് 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നൊക്കെയുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. ഏത് സ്ഥാനമാണെന്ന് ഓരോരുത്തരുടെയും സ്ഥാനം ഒന്നുകൂടി ഈ രാശിപ്രകാരം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അശ്വതി ഭരണി പുണർദത്തിൽ കാല് പൂയ ആയില്യക്കാർക്ക് ധനസ്ഥാനത്ത് കേതു, കുടുംബസ്ഥാനം 3-ാം ഭാവം കുടുംബസ്ഥാനം നേരത്തെ പറഞ്ഞു, ഓരോ സ്ഥാനങ്ങൾ പറഞ്ഞു. കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹസ്ഥാനത്ത് സൂര്യനും ശുക്രനും, മനസ്സിൻ്റെ സ്ഥാനത്ത് ചൊവ്വയും ബുധനും, 6-ാം ഭാവം ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത് ആരുമില്ല, 7 ഐശ്വര്യസ്ഥാനം ഭാര്യാസ്ഥാനത്ത് ആരുമില്ല, അഷ്ടമസ്ഥാനം ഐശ്വര്യസ്ഥാനം രാഹു, ഭാഗ്യസ്ഥാനത്ത് ശനി, കർമ്മസ്ഥാനത്ത് ആരുമില്ല, ലാഭസ്ഥാനത്ത് ആരുമില്ല, 12 ആകുമ്പോൾ മിഥുന രാശിയിലും ആരുമില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും നിങ്ങളുടെ രാശി പ്രകാരം ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ച ശേഷം ഈ പൊതുഫലങ്ങളാണ് പറയുന്നത്. അപ്പം ദോഷത്തിൽ നിൽക്കുന്ന നീലകണ്ഠ ശനി പൂജ ചെയ്യുക, ശാസ്താവിന് പൂജ ചെയ്യുക, ഹനുമാൻ സ്വാമിക്കുള്ള പൂജകൾ ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്യുക. അശ്വതി ഭരണി കാർത്തിക കാലുകാർ. ഇടവക്കൂറുകാർക്ക് കുടുംബസ്ഥാനമായിട്ടുള്ള 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അത് 3-ൽ വ്യാഴം വരുന്നത് കുറച്ച് ദോഷമാണ്, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള നിൽക്കുന്ന ഫലസിദ്ധിയാണ് അവർക്ക് പറയുന്നത്. ഇടവക്കൂറുകാർക്ക് ലാഭത്തിന്റെ ആധിപത്യവും അഷ്ടമത്തിന്റെ ആധിപത്യവും വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അത് വന്ന് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലസിദ്ധിയാണ്. അതുകൂടാതെ ലാഭസ്ഥാനത്ത് 11-ൽ ആര് സഞ്ചരിക്കുന്നു? ശനി സഞ്ചരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂല സമയമായിട്ട് പറയാൻ പറ്റും. ധനലാഭം, ഭാര്യപുത്രാദി സൗഖ്യം, കാർഷികം, ആദായം, അതുപോലെ തന്നെ നമ്മൾക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണം ഉണ്ടാകും എന്നും ഇവർക്ക് പറയുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് പ്രതികൂല സ്ഥാനത്ത് വന്നിരിക്കുന്നത് വ്യാഴം പ്രതികൂലം, 4-ാം ഭാവം ഗൃഹസ്ഥാനത്ത് കേതുവിൻ്റെ പ്രതികൂലാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കർമ്മരാശിയിൽ രാഹുവിൻ്റെ പ്രതികൂലാവസ്ഥയുണ്ട്. നാഗദൈവ പ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്യുക, മഹാവിഷ്ണു ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ള പരിഹാരം. മിഥുനക്കൂറുകാർക്ക് പറയുന്നു, നിങ്ങൾക്ക് രാശിപ്രകാരം കർമ്മരാശിയിൽ ശനി 10-ൽ നിൽക്കുന്നു. ശനി 10-ൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലവിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ട്. ഉദ്യോഗ ലബ്ധി, ആധിപത്യം, പദവി, അതുപോലെ തന്നെ കർമ്മഫലങ്ങളും നല്ല രീതിയിൽ വരാം. നിങ്ങളുടെ ജാതകപ്രകാരവും കൂടെ ശനിയുടെ സ്ഥിതി ബലം കൂടെ നമ്മൾ നോക്കണം. ശനി നീചത്തിൽ നിൽക്കുകയാണോ ജനിച്ച സമയത്ത് എന്നുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇപ്പം ഈ കക്ഷി കണ്ടോ, ഈ കക്ഷിക്ക് ശനി എവിടെ നിൽക്കുന്നു? നീചത്തിൽ നിൽക്കുക. അപ്പം മിഥുന ലഗ്നക്കാരനായിട്ടുള്ള ഒരാളാണ്, അയാളുടെ ശനി ജനിച്ചപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ
ഞാൻ ഈ പറയുന്ന കാര്യം ശനി നീചത്തിലാണ്, ദുർബലനാണ് എന്ന് മനസ്സിലാക്കണം. അതല്ല നിങ്ങളുടെ ശനി വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആൾ, ഇവിടെ നിൽക്കുന്ന ലഗ്നക്കാരന് ശനി ഇവിടെയാ നിൽക്കുന്നത്, ഇവിടെയാ നിൽക്കുന്നത് എന്നൊക്കെ വരിയിൽ നല്ലതുമാണ്. അപ്പം അങ്ങനെ ഒരു ഫലസിദ്ധിയാണ് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇടവക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മിഥുനക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കർമ്മരാശി ഇത് കണ്ടകശനിയാണ്. നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഭാഗ്യസ്ഥാനത്തേക്ക് രാഹുവിന് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തുക. ധനസ്ഥാനം നല്ല മികച്ചു നിൽക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ ഒരു സ്ഥാനം അവിടെ നിൽക്കുന്നതുകൊണ്ട് ധനപുരോഗതി വന്നുകൊണ്ടിരിക്കും. കുടുംബത്തിൽ അസാരസ്യങ്ങളും ദോഷങ്ങളും സംഭവിക്കുന്നത് കേതുവിൻ്റെ ദോഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക. അതുപോലെ തന്നെ സന്താന സ്ഥാനത്ത് സൂര്യൻ നീചത്തിൽ, ശുക്രൻ നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും അത് അത്ര വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്. ചൊവ്വയും ബുധനും 6ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്, അതും വലിയ ദോഷമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ മിഥുനക്കൂറുകാർക്കും ഈ പറയുന്ന വരുന്ന വൃശ്ചിക മാസത്തിനടുത്ത് വരെയുള്ള കാര്യത്തിൻ്റെ ഫലസിദ്ധിയാണ് പറയുന്നത്. ഇപ്പം പുണർദത്തിൽക്കാല് പൂയ ഐല്യക്കാറുകാർക്ക്, കർക്കിടകത്തിൽ കൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അപ്പം ഭാഗ്യം വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണെന്നും അതുപോലെ തന്നെ പിതൃസ്വത്തുക്കളും പിതൃപരമായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണെന്നും, ഭാഗ്യം വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും തന്നെ പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതുവിൻ്റെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ധനപുരോഗതി ഒക്കെ വരുന്നതിന് നാഗദൈവ പ്രീതി വരുത്തുക, ഗണപതി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 4ാം ഭാവമായിട്ടുള്ള ഗൃഹസ്ഥാനത്ത് സൂര്യനും ശുക്രനും ഉണ്ട്. അതിപ്പോൾ രാശി മാറുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ മറ്റ് അവസ്ഥകളൊക്കെ കാണിക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുകയാണ്. അത് കുഴപ്പമില്ല. അഷ്ടമശനിയോ കണ്ടകശനിയോ 7ാം കണ്ടകകാല ശനിയോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ കർക്കിടകൂറുകാർക്ക് അനുകൂലിച്ച് നിൽക്കുന്ന വ്യാഴം പ്രതികൂലിച്ച് നിൽക്കുന്നത് രാഹുകേതുക്കൾ പ്രതികൂല സ്ഥാനം സഞ്ചരിക്കുകയാണ്, അഷ്ടമത്തിലും ധനസ്ഥാനത്തുമായിട്ട്. അപ്പം നാഗദൈവ പ്രീതിയും ഗണപതി ഹോമവും വിഷ്ണു പൂജയും ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ഈ ഫലസിദ്ധി പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ജന്മത്തിൽ കേതുവാണ്, അത് നല്ലതല്ല. ഇനി ഒരു വർഷം കൂടെ ജന്മത്തിൽ കേതു സഞ്ചരിക്കുകയാണ്. ജന്മത്തിൽ കേതു സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആപത്തുകൾ, മുറിവ് ചതവുകൾ, പഴി കേൾക്കുക, ചെയ്യാത്ത കുറ്റത്തിനുള്ള പഴി കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നും, ഭർത്താവിന് പലതരത്തിലുള്ള തലവേദന, ശിരോരോഗങ്ങൾ, അസ്ഥിവേദന, നീർക്കെട്ട്, കാൽമുട്ട് വേദനകളൊക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള യോഗമുള്ളം പറയുന്നുണ്ട്. അപ്പം ഗൃഹത്തിൽ തന്നെ ഗണപതി ഭജനം ചെയ്യുകയോ ഗണപതി ഹോമം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മാസത്തിലൊരു ഗണപതി ഹോമം വെച്ച് ഒരു വർഷം 12 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ ചെയ്യിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോയി ഗണപതി ഹോമം ചെയ്ത് കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് കരിയുള്ള പ്രസാദം ഉണ്ടല്ലോ, അത് നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കുക. ഭർത്താവിൻ്റെ പേരിലോ ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രത്തിലോ നാഗദൈവങ്ങൾക്ക് വിളക്ക് കത്തിച്ച് മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി വഴിപാടുകളൊക്കെ ചെയ്യുക. വ്യാഴം 12 നിൽക്കുകയാണ്, അത് മാറും. ഡിസംബർ മാസം 4ാം തീയതി ആകുമ്പോൾ വ്യാഴത്തിൻ്റെ 12ാം ഭാവത്തിലെ സ്ഥിതി മാറിയിട്ട് നിങ്ങൾക്ക് ഫലങ്ങൾ വന്നു വരും. ഇനി കന്നിക്കൂറുകാർക്ക് ഫലസിദ്ധി നമ്മൾ പറയുന്നു. പ്രധാനമായിട്ട് വ്യാഴം ലാഭസ്ഥാനത്ത് നല്ല രാശിയിൽ സഞ്ചരിക്കുകയാണ്. ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടകശനി നിലവിലുണ്ട്. കന്നിക്കൂറുകാർക്ക് ഉത്തരത്തിലെ മുക്കാൽ അത്തം ചിത്തിര വരെ വരുന്ന കന്നിക്കൂറുകാർക്ക് കണ്ടകശനി അനുഭവത്തിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ 12 നിൽക്കുന്ന കേതുവാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ നിങ്ങൾ കാര്യമായിട്ട് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സുദർശന ഹോമം, നവഗ്രഹ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദുർഗാദേവി ഭജനം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ രാശി പ്രകാരം കാണിക്കുന്നത് അതാണ്. അപ്പം കന്നിക്കൂറുകാർക്ക് ഇപ്പോഴത്തെ നിലസ്ഥിതി അനുസരിച്ച് ഈ സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ചൊവ്വയുടെ ഒന്നും ഫലസ്ഥിതി നിങ്ങൾ നോക്കേണ്ട കാര്യം വരുന്നില്ല. ഇവർ പെട്ടെന്ന് രാശി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ശനി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. 7ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാര്യാദുരിതം ഉണ്ടാകാനും, കളത്രനാശം ഉണ്ടാകാനും, ശത്രുദോഷം ഉണ്ടാകാനും, വിദേശഗമനം ഉണ്ടാകാനും, അതുപോലെ തന്നെ ദുർമാർഗ സഞ്ചാരങ്ങളൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സമയമായിട്ടും കൂടി നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഉത്തരത്തിൽ മുക്കാലും അത്തോ ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അപ്പം നിങ്ങളുടെ ദോഷപരിഹാരമായിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ ഗണപതി ഹോമത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ സുദർശന ഹോമം, അതുപോലെ സായുജ്യ പൂജ, സുഹൃത ഹോമം പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നാഗദൈവ പ്രീതി വരുത്തുന്നതും നല്ലതായിരിക്കും കന്നിക്കൂറുകാർക്ക്. ഇനി അടുത്തതായിട്ട് തുലാക്കൂറുകാർ സഞ്ചരിക്കുന്ന ഒരു കാര്യം, ജന്മത്തിൽ ശുക്രനും സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ നല്ലതല്ല. സൂര്യൻ്റെ നിങ്ങൾക്ക് ജാതകപ്രകാരം ലാഭാധിപനാണ്. സൂര്യൻ നിങ്ങൾക്ക് എപ്പോഴും ജന്മത്തിൽ സഞ്ചരിക്കുന്നത് തുലാക്കൂറുകാർക്ക് നല്ലതല്ല. അപ്പം നിങ്ങൾക്ക് ജാതകപ്രകാരം ശനി 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവത്തിൽ ശനി ശത്രുപീഡ ഉണ്ടാകാനും അതുപോലെ തന്നെ രോഗാരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും, നമുക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കൊക്കെ ഇച്ചിരി ദോഷം സംഭവിക്കുന്ന ഒരു സമയമാണ്. സൂര്യൻ്റെ സ്ഥിതി കൊണ്ടാണ് പറയുന്നത്. അത് മാറുന്നുണ്ട്. ശനിയുടെ 6ാം ഭാവത്തിലെ സ്ഥിതിയുണ്ട്. ഏറ്റവും അനുകൂലമായിട്ട് വ്യാഴം കർമ്മരാശിയിൽ ബലവാനായിട്ട് നിൽപ്പുണ്ട്. വിഷ്ണു ഭജനം ചെയ്യുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നരസിംഹസ്വാമി, പരശുരാമസ്വാമി, ശ്രീരാമസ്വാമി ക്ഷേത്രം, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം നടത്തുക.
ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സൂര്യൻ നീചഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് 30 ദിവസം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തുലാം 1 മുതൽ നിങ്ങൾ 30 വരെയുള്ള ദിവസങ്ങളിൽ ശിവപൂജ, ജലധാര, ഉദ്ദിഷ്ടകാര്യം, ജലധാര അർച്ചന, അഘോരമന്ത്രം, ഭാഗ്യസൂക്തം, കൂവളത്തിന്റെ മാല ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് തുലാക്കൂറുകാർക്ക് ഈ മാസത്തിലെ ദോഷങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറാൻ നല്ലതായിരിക്കും. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്, വളരെയധികം നല്ലതാണെന്നും ശനി നിങ്ങൾക്ക് 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണെന്നും ശനിയുടെ വക്രം വിട്ടൊഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ശനി 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് വരുന്നത് പുത്രന്മാർക്ക് ദുരിതങ്ങളും മനോപരമായിട്ടുള്ള വിഷമസ്ഥിതികളും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ശനിയുടെ ദോഷത്തെ കൊണ്ട് പറയുന്നുണ്ട്. അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടും വ്യാഴം അനുകൂലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ശനി ദേവ പ്രീതി വരുത്തുക, നീലാഞ്ജനം വിളക്ക്, ഹനുമാൻ സ്വാമി പൂജയുള്ള വഴിപാട് ചെയ്യുക, അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ കർമ്മരാശിയിലുള്ള കേതുവിന്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ദോഷങ്ങൾ മാറാനായിട്ട് കടയോ സ്ഥാപനങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ കടയുടെയൊക്കെ പേരിൽ ഗണപതി ഹോമമൊക്കെ ചെയ്ത് ഗണപതിയുടെ ചിത്രം വെച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പം വൃശ്ചികക്കൂറുകാർക്ക് ഇങ്ങനെയുള്ളൊരു ഫലസിദ്ധിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയും ബുധനും ഒക്കെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ബുധൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ബുധൻ നിങ്ങളുടെ ശത്രുവായിട്ടുള്ള ഗ്രഹമാണ്. അവർ രണ്ടുപേരോട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ഇച്ചിരി വിഷയമുണ്ട്. അതിപ്പോൾ മാറാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വലിയ ഒരു പറച്ചിൽ പറയാത്തത്. ഡിസംബർ 6-ാം തീയതിയോടുകൂടി ബുധനും ചൊവ്വയും ഇങ്ങോട്ട് മാറും, ധനസ്ഥാനത്തോട്ട് മാറും നിങ്ങളുടെ. അതുകൂടാതെ ധനുക്കൂറുകാർക്ക് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ലഗ്നത്തിന്റെ ചന്ദ്രലഗ്നത്തിന്റെ അധിപൻ വ്യാഴമാണെന്ന് മനസ്സിലാക്കണം. ഈ വ്യാഴം നിങ്ങൾക്ക് അഷ്ടമരാശിയിൽ നിൽക്കുകയാണ്. അത് ഇച്ചിരി ദോഷമാണ്. 4ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഫലങ്ങളെ കൊണ്ട് മാതൃദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും ബന്ധുക്കളുമായി കലഹത്തിലേർപ്പെടാനും അതുപോലെ തന്നെ ഗൃഹത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും ഈ നമ്മുടെ വസ്തുവകളൊക്കെ മോഷണമൊക്കെ പോകാനും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ധനുക്കൂറുകാർക്ക് ഇപ്പോൾ പറയുന്നുണ്ട്. കണ്ടകശിനി നീരാഞ്ജനം വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക, മഹാവിഷ്ണുവിന് തുളസിമാല, ഭാഗ്യസൂക്തം, പുരുഷസൂക്തം, ശ്രീസൂക്തം പോലുള്ള പുഷ്പാഞ്ജലികൾ നടത്തി പ്രാർത്ഥിച്ച് കുടുംബദേവതാ പ്രീതി വരുത്തേണ്ട ഒരു സമയമാണ് ധനുക്കൂറുകാർക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഭാഗ്യസ്ഥാനത്തും പ്രശ്നമുണ്ട്, ആയുഷിന്റെ സ്ഥാനത്തും പ്രശ്നമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ദുരിതകാലമായിട്ട് നിൽക്കുകയാണ് ധനുക്കൂറുകാർക്ക്, മൂലം പൂരാട ഉത്തരാടത്തിക്കാലുകാർക്ക്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മകരക്കൂറുകാർ, നിങ്ങൾക്ക് വ്യാഴം ഏറ്റവും അനുകൂല സ്ഥാനത്താണ്. അഷ്ടമത്തിൽ കേതു, ധനസ്ഥാനത്ത് രാഹു, 3ാം ഭാവത്തിൽ ശനി. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ ശനി 3ാം ഭാവത്തിൽ ധനലാഭം, അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും ഒക്കെ ഗുണങ്ങൾ. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ ഉദ്ദേശിച്ചും വേണമെങ്കിൽ പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലാണ്. പഴയ കാലത്തെ ഗ്രന്ഥമാണല്ലോ. ധനലാഭം, കൃഷിഗുണം, ഉത്സാഹം, ശൗര്യം, അതുപോലെ തന്നെ സഹോദര ഗുണം എന്നിവ വന്നു ചേരുന്ന ഒരു സമയമാണ് ആർക്ക്? മകരക്കൂറുകാർക്ക് അനുകൂലിച്ച് നിൽക്കുന്ന സമയമാണ്. പ്രതികൂല സ്ഥാനത്ത് രാഹുവും അഷ്ടമത്തിലെ കേതുവിൻ്റെയും സ്ഥിതി ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ധനപുരോഗതി ഉണ്ടാകാൻ നാഗദൈവ പ്രീതി വരുത്തുക കുടുംബക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ അഷ്ടമത്തിലെ കേതുവിൻ്റെ ദോഷം മാറാൻ ഗണപതിക്ക് കറുകമാല, മുക്കുറ്റിമാല, മോദകം, ഉണ്ണിയപ്പം, അട അതുപോലുള്ള വഴിപാടുകൾ ചെയ്ത് ഏത്തമിട്ട് പ്രാർത്ഥിക്കാനാണ് നിങ്ങളോട് പറയുന്നത് മകരക്കൂറുകാർക്ക്. അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങൾക്ക് ധനുക്കൂറുകാർക്ക് പറഞ്ഞ അതേ ഫലസിദ്ധി തന്നെ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശത്രുപീഡ, അതുപോലെ തന്നെ രോഗദുരിതം, ശത്രുക്കളിൽ നിന്നും അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക, രോഗാരിഷ്ടതകൾ വർദ്ധിക്കുക, അതുപോലെ തന്നെ ഉദരരോഗങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു സ്ഥിതി പറയുന്നുണ്ട്. തലവേദന, ശിരോവേദന, അസ്ഥികൾക്കൊക്കെ വേദന, മൂത്രാശയ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഈ അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരിട്ടാതി മുക്കാലുകാർക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൊതുവിലുള്ള സ്ഥിതി അല്പം ദോഷമായിട്ട് നിൽക്കുന്നതിനാൽ നവഗ്രഹ പൂജ ചെയ്യുക, സുദർശനഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, ഗണപതി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക, ശിവന് ജലധാര, നെയ്വിളക്ക്, കൂവളത്തിന്റെ മാല, അതുപോലെ രുദ്രസൂക്തം, മന്ത്ര അർച്ചന അല്ലെങ്കിൽ അഘോരമന്ത്ര പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കുംഭക്കൂറുകാരും നമുക്ക് ഡിസംബർ 4 വരെ ഇച്ചിരി ദോഷസ്ഥാനമുണ്ട്. അത് കഴിയുമ്പോൾ മാറ്റം വരും. മീനക്കൂറുകാർക്ക് ധനം, മനസ്സിന്റെ സ്ഥാനം, സന്താനത്തിന്റെ സ്ഥാനം അപ്പോൾ വ്യാഴം അനുകൂലിച്ച് നിൽക്കുകയാണ്. ജന്മശനി ഉണ്ടെന്ന് മനസ്സിലാക്കണം. നീരാഞ്ജന വിളക്ക്, ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക. അതുപോലെ 12-ലെ രാഹുവിന്റെ ദോഷം മാറാൻ നാഗദൈവ പ്രീതി വരുത്തുക. എല്ലാത്തിനെയും മറികടക്കാൻ വേണ്ടി വ്യാഴം അനുകൂലിച്ച് നിൽപ്പുണ്ട്. പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമി പൂജയും നീലാഞ്ജനം വിളക്കും, ദുർഗാദേവി ഭജനം, ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മീനക്കൂറുകാർക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതിന് നല്ലതാണ്. അപ്പോൾ പൊതുവിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ശനിയുടെ സ്ഥിതി വെച്ചുകൊണ്ട് പ്രധാനമായിട്ട് മേടക്കൂറുകാർക്ക്
മഹാഭാഗ്യം, അമലായോഗം, മഹാലക്ഷ്മി യോഗം, സരസ്വതി യോഗം പോലുള്ള യോഗങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. കർക്കിടക കൂറുകാർക്കും ഇതുപോലെ മഹാഭാഗ്യം, അമലായോഗം, മഹാലക്ഷ്മി യോഗം, ധനരാജയോഗം വന്നു ചേരുന്ന ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്കും ഇതിന്റെ പകുതി ഫലസിദ്ധി വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ അതേ യോഗത്തിന്റെ. അതുപോലെ തന്നെ തുലാക്കൂറുകാർക്കും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് മഹാലക്ഷ്മി യോഗം, സൂര്യന്റെ മാറ്റം കൊണ്ടും വരുന്നുണ്ട്. മഹാഭാഗ്യയോഗം, അമലായോഗം വരുന്നുണ്ട്. ശുക്രന്റെ സ്ഥിതി വെച്ചും മഹാലക്ഷ്മി യോഗം വന്ന് നിൽക്കുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാർക്കും ഈ പറഞ്ഞിട്ടുള്ള മഹാലക്ഷ്മി യോഗം, മഹാഭാഗ്യം, അമലായോഗം, സരസ്വതി യോഗം പോലുള്ള യോഗങ്ങൾ വന്നു നിൽക്കുന്നു. ഇവർക്കും അതുപോലെ അനുകൂലമായിട്ട് നിൽക്കുവാണ്. മീനക്കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ഈ പറയുന്ന മഹാഭാഗ്യം, അമലായോഗം, സരസ്വതി യോഗം, മഹാലക്ഷ്മി യോഗം, ധനരാജയോഗം. അതായത് വൃശ്ചികത്തിലേക്ക് സൂര്യൻ മാറുമ്പോൾ സൂര്യനെ വ്യാഴം നോക്കും. സൂര്യനെ വ്യാഴം നോക്കും. സൂര്യൻ വ്യാഴത്തെ നോക്കുമെന്നല്ല പറയുന്നത്, സൂര്യനെ വ്യാഴം നോക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വരാൻ പോവുകയാണ്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. വൃശ്ചിക മാസം മുതൽ പൊതുവിൽ ഒരു ധനയോഗം, മഹാഭാഗ്യം, ധനരാജയോഗം, സരസ്വതി യോഗം. സരസ്വതി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാര്യം പൂർണ്ണമായിട്ട്, അതായത് നിങ്ങളൊരു ജോലി പഠിച്ചു, ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ ഗതികേട് കൊണ്ട് നിങ്ങൾക്ക് അത് എത്ര അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ്, നിങ്ങൾ അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല ചെയ്തുകൊണ്ടിരിക്കുക. സരസ്വതി യോഗം അനുകൂലമായി വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം റെഡിയായി വരും. ഞാൻ ജ്യോതിഷവും പൂജയൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ മറുകര കണ്ടു എന്ന് പറയാനൊക്കത്തില്ല. ഇതിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിലും പറയാം. ദക്ഷിണാമൂർത്തിയോട് ഒരു സദസ്സിലേക്ക് വിളിക്കാൻ നേരത്തെ അവിടെ നിന്ന പെൺകുട്ടി ഈ ആങ്കറന്മാരുണ്ടായിരുന്നല്ലോ, അവർ സംഗീതത്തിൻ്റെ മറുകര കണ്ടിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിർത്താൻ പറഞ്ഞു. 38,000 ശ്ലോകങ്ങളോ 36,000 രാഗങ്ങളോ എന്നൊക്കെ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഇത്രയും രാഗങ്ങളും ശ്ലോകങ്ങളും കീർത്തനങ്ങളും കിടക്കുന്ന ഒരു മഹാസമുദ്രത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന എന്നോടാണോ നീ ഇത് പറയുന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം അദ്ദേഹം പറയുന്നത് അത് ആ വാക്കുകളാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണല്ലോ. ഇവിടുന്ന് സൂര്യൻ എത്ര ആയിരം കിലോമീറ്റർ പ്രകാശവർഷം അകലെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കണം. അതാ സരസ്വതി യോഗത്തിന്റെ ഫലം പറഞ്ഞത്. സരസ്വതി യോഗം സംഭവിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തൊഴിൽ പുരോഗതി വർദ്ധിക്കുകയും നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഗുണം വരും. അപ്പൊ സരസ്വതി യോഗവും അമലായോഗവും മഹാഭാഗ്യയോഗവും ധനരാജയോഗവും സംഭവിക്കുന്ന ഇത്രയും കൂറുകാരെ പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. മേടം, മിഥുനം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം, മീനം. ഇത്രയും കൂറുകാർക്ക് അതിൻ്റെ ഫലസിദ്ധി കൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുണ്ട്. ഒരു ഗ്രഹവും പിഴച്ചു പോയാൽ മറ്റൊരു ഗ്രഹം അനുകൂലിച്ച് നിൽക്കും. ഇതിന് ഉദാഹരണമാണ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ജാതകത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. ഇത് വെറുതെ വരച്ചതല്ല, ഒരാളിനെയാണ്. ആളിനെ വ്യക്തിപരമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അത് നിങ്ങളിവിടെ പറയുന്നില്ല. ഇദ്ദേഹത്തിന് ആരാ അനുകൂലിച്ചിരിക്കുന്നത്? സൂര്യനും ചൊവ്വയും അനുകൂല സ്ഥാനത്ത് നിൽക്കുകയാണ്. സൂര്യൻ എല്ലാ ഗ്രഹങ്ങളുടെയും നവഗ്രഹങ്ങളുടെ മൂർത്തിയാണ്. ആര്? സൂര്യൻ. ചൊവ്വ സൈന്യാധിപനാണ്. രാജാവും സൈന്യാധിപനും കൂടെ വന്ന് കർമ്മരാശിയിൽ നിൽക്കുകയാണ് ഈ കക്ഷിക്ക്. ഇദ്ദേഹത്തിന് പിഴച്ചു നിൽക്കുന്ന ആരൊക്കെയാണ്? വ്യാഴം, ശുക്രൻ, ബുധൻ, ശനി. ചന്ദ്രനും അനുകൂലിച്ച് നിൽക്കുകയാണ്. കണ്ടോ? ലഗ്നാധിപൻ, ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ഇയാളുടെ ലഗ്നത്തിന്, ചന്ദ്രലഗ്നത്തിന്റെ അധിപൻ 7ാം ഭാവത്തിൽ ഐശ്വര്യസ്ഥാനത്തും ഭർത്താവിന്റെ സ്ഥാനത്തും വന്ന് നിൽപ്പുണ്ട്. എങ്കിലും ഭർത്താവിന്റെ സ്ഥാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അധിപനായിട്ടുള്ള ശനി നീചത്തിൽ നിൽക്കുകയാണ്. ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ശനി പ്രീതി വരുത്താനും ബുധന്റെ പ്രീതി വരുത്തുന്നതിനും വ്യാഴത്തിന്റെ പ്രീതി വരുത്താനുമാണ് പറഞ്ഞത്. വ്യാഴത്തിന്റെ സ്റ്റോൺ ധരിക്കാനും ഒക്കെയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിയ ശേഷം നമുക്ക് ഒരുപാട് പേർ പറയുന്ന അഭിപ്രായവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് അനുകൂലിച്ച് പറയണമെന്ന് ആരോടും പറയുന്നില്ല, പ്രതികൂലമായിട്ടും പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള അവസരമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് ചാനലിൽ പലരും പല മോശമായിട്ടുള്ള വാക്കുകൾ പറയുക എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. പോയി ഇവരുടെ പണിക്ക് പോടാന്നൊക്കെ പറയുമല്ലോ. നമുക്കത് വിഷയമല്ലെങ്കിൽ പോലും അത് പൊതുജന മധ്യത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അത് മോശമായിട്ട് വരുന്നത്. അങ്ങനെയല്ല നിങ്ങൾ പറയണം. നിങ്ങൾ വിമർശനാത്മകമായി പറയണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങളിൽ ഒരു തെറ്റ് കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാശിയും കൂറും മാറി പറയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് നിങ്ങൾ തിരുത്തൽ വരുത്തുക. പുതിയ കാര്യങ്ങളും ജ്യോതിഷമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറയാം. നന്ദി, നമസ്കാരം.